രാജ്യത്തുടനീളം അയൺ ഡോം മിസൈൽ പ്രതിരോധ കവചം നിർമ്മിച്ച് ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അയൺ ഡോം മിസൈൽ ഡിഫൻസ് ഷീൽഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ സൈന്യത്തോട് നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ട്രംപിന്റെ ആദ്യ 100 ദിവസത്തെ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപനങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് അമേരിക്കയെ സുരക്ഷിതമാക്കാനുള്ള ഈ നടപടി. ലോകശക്തികളിൽ പലരെയും ശത്രുക്കളാക്കി വെച്ചിട്ടാണ് ബൈഡൻ അധികാര പദവി ട്രംപിന് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ രാജ്യത്തെ കാക്കാൻ ഇത്തരമൊരു നടപടി അനിവാര്യമാണെന്ന് തന്നെ പറയാം. അതേസമയം അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഇസ്രയേലിൽ അയൺ ഡോം യാഥാർത്ഥ്യമായതെന്നതും ഈ സാഹചര്യത്തിൽ നാം ഓർക്കണം. ഇസ്രയേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്നാണ് യഥാർത്ഥ അയൺ ഡോം വികസിപ്പിച്ചത്. കവചത്തിന് ഏകദേശം 70 കിലോമീറ്റർ ദൂരമുണ്ട്. ദീർഘദൂര ഭീഷണികൾക്കായി ഡേവിഡ് സ്ലിംഗ്, ആരോ 3 തുടങ്ങിയ സംവിധാനങ്ങൾ ഇസ്രയേൽ ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ അമേരിക്കയ്ക്കായി ഈ ആശയം എങ്ങനെ നടപ്പിലാക്കുമെന്ന് ട്രംപ് വിശദീകരിച്ചിട്ടില്ല. രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങളിലെ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് ഇസ്രയേൽ വികസിപ്പിച്ച അയൺ ഡോം അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രായോഗികതയെ വിദഗ്ധർ ചോദ്യം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ അയൺ ഡോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹ്രസ്വദൂര മിസൈലുകളെ തടസ്സപ്പെടുത്തുന്നതിനാണ്. അതേസമയം അമേരിക്കയ്ക്ക് പ്രധാന ഭീഷണി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അയൺ ഡോം കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന് പുറമെ തന്റെ ഭരണത്തിന്റെ ആദ്യ ആഴ്ചകളിൽ ട്രംപ് മറ്റ് നിരവധി വാഗ്ദാനങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമുകൾ വർദ്ധിപ്പിക്കുക, ഗവൺമെന്റിൽ കാര്യക്ഷമതയുള്ള ഒരു പുതിയ വകുപ്പ് സൃഷ്ടിക്കുക, ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രേഖകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ ഉടനുണ്ടാകുമെന്നാണ് സൂചനകൾ. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾ ലോകക്രമത്തെ പ്രധാനമായും നിർണ്ണയിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. അമേരിക്ക റഷ്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആതിഥേയത്വം വഹിച്ച റഷ്യൻ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിലാണ് ലാവ്റോവ് ഇക്കാര്യം പറഞ്ഞത്. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയതിന്റെ വെളിച്ചത്തിൽ മിഡിൽ ഈസ്റ്റിലെയും യുക്രൈനിലെയും സംഘർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ച് ഊഹാപോഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലാവ്റോവ് ചൂണ്ടിക്കാട്ടി. കൂടാതെ ട്രംപിന്റെ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെടുമോ എന്നതിൽ വ്യക്തതയില്ലെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുമെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് അടുപ്പിച്ച നയമായിരുന്നു ബൈഡൻ ഭരണകൂടത്തിന്റേതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുക എന്ന തന്റെ ലക്ഷ്യത്തിനായി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകളിൽ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും റഷ്യയും യുക്രൈനും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചതിന് പിന്നിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങളായിരുന്നുവെന്നും സെർജി ലാവ്റോവ് വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിന് മുമ്പ് ട്രംപിന് റഷ്യൻ വിദേശകാര്യമന്ത്രി ആശംസകൾ നേർന്നിരുന്നു. റഷ്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും യുക്രൈനെതിരായ പ്രോക്സി സംഘർഷം ഒരു ലോകമഹായുദ്ധമായി വികസിക്കുന്നത് തടയാനുമുള്ള ട്രംപിന്റെ നടപടികളെ റഷ്യ സ്വാഗതം ചെയ്യുന്നുവെന്നും പറഞ്ഞു. പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്ത് വന്നിരുന്നു. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ നല്ല ഉദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചു. റഷ്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ സംഘത്തിന്റെയും ആഗ്രഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. 3ാം ലോക മഹായുദ്ധം തടയാനുള്ള അമേരിക്കയുടെ പ്രവർത്തനങ്ങൾക്ക് റഷ്യ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. റഷ്യ ഒരിക്കലും അമേരിക്കയുമായി സംവാദത്തിന് പോയിട്ടില്ല. കൂടാതെ അമേരിക്കയുടെ ഏത് ഭരണകൂടത്തെയും നേരിടാൻ എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു. പുടിനുമായി ചർച്ചയിൽ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് ആവർത്തിച്ച് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പുടിനുമായി വളരെ വേഗത്തിൽ കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇരു നേതാക്കളും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഫോൺ സംഭാഷണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരാനിരിക്കുന്ന ഭരണകൂടവുമായി ആശയവിനിമയം നടത്താനുള്ള സന്നദ്ധത റഷ്യ ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച എപ്പോൾ അല്ലെങ്കിൽ എവിടെ നടക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങളൊന്നും ഇതുവരെ അമേരിക്ക തന്നിട്ടില്ലെന്ന് ക്രെംലിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ട്രംപും പുടിനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇനി മാസങ്ങൾ എടുക്കുമെന്നും ക്രെംലിൻ പൂൾ ജേർണലിസ്റ്റ് അലക്സാണ്ടർ യുനാഷോവ് പറഞ്ഞു. മുൻവ്യവസ്ഥകളൊന്നുമില്ലാതെ പുടിൻ അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവും പറഞ്ഞിരുന്നു.
നിലവിൽ വെടിനിർത്തലും സൈനികർ പെട്രോളിംഗ് നടത്തുന്ന 1300 കിലോമീറ്റർ സൈനികരഹിത മേഖലയാക്കുന്നതും അടക്കം യുക്രൈനിനായി ഒരു സമാധാന പദ്ധതി ട്രംപിന്റെ സംഘം ആലോചിക്കുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ബൈഡൻ നടത്തിയത് കടന്നുകയറ്റമായിരുന്നെങ്കിൽ ട്രംപിന്റെ നിലപാട് നേരെ തിരിച്ചാണെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം അമേരിക്കയുടെ ഇടപെടൽ പരിമിതപ്പെടുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിയേക്കുമെന്ന് മുൻ വൈറ്റ് ഹൌസ് തന്ത്രജ്ഞൻ സ്റ്റീവ് ബാനൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പൊളിറ്റിക്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ വിയറ്റ്നാം യുദ്ധം കൈകാര്യം ചെയ്തതുമായി ബാനൻ ഇപ്പോഴത്തെ സാഹചര്യത്തെ താരതമ്യം ചെയ്യുകയും ചെയ്തു. അന്ന് ഇതേപോലെ സർവ്വവും തന്റെ കുടക്കീഴിലാക്കാമെന്ന് കരുതി വിയറ്റ്നാമിലേക്ക് തിരിച്ച അമേരിക്ക അടിമുടി നാണം കെട്ടായിരുന്നു മടങ്ങിയത്. സൈന്യത്തെയും പടയാളികളെയും മാത്രമല്ല, ലോകത്തിനു മുന്നിൽ അന്ന് വരെ തലക്കനം വെച്ച് പുലർത്തിയിരുന്ന രാജ്യത്തിന്റെ മാനം തന്നെ കപ്പലുകേറിയ കാഴ്ചയായിരുന്നു അന്ന് ലോകം കണ്ടത്. അതുപോലെ യുക്രൈനെ മുൻനിർത്തി റഷ്യയോട് പടവെട്ടാൻ ഇറങ്ങിയാൽ വിയറ്റ്നാമിന്റെ മുന്നിൽ നാണം കെട്ടതുപോലെയാകുമെന്നത് അമേരിക്ക ഓർക്കുന്നത് നല്ലത് തന്നെയാണ്. റിച്ചാർഡ് നിക്സണിന് സംഭവിച്ചതും അതാണ്. അദ്ദേഹം യുദ്ധം തന്റെ മാത്രമാണെന്ന് കരുതി. യുക്രൈനിനുള്ള സൈനിക സഹായം നിർത്താൻ ട്രംപ് പ്രതിജ്ഞാബദ്ധനായില്ലെങ്കിൽ അത് നല്ലതിലായിരിക്കില്ല കലാശിക്കുക. അന്ന് യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനത്തിൽ 1968 നിക്സൺ പ്രചാരണങ്ങൾ നടത്തി. പക്ഷേ അധികാരത്തിലേറിയപ്പോൾ വ്യാപകമായ ബോംബിംഗ് ക്യാമ്പയിനുകൾ നടത്തി കംബോഡിയയിലേക്കും ലാവോസിലേക്കും കടന്നു കയറി യുദ്ധത്തിലെ അമേരിക്കയുടെ ഇടപെടൽ വർദ്ധിപ്പിച്ചു. ഇത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നത്. അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രസ്താവിച്ചു. പിന്നീട് അത് 6 മാസത്തിനകമെന്നായി. എന്നാൽ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്നതൊന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. സ്ഥാനാരോഹണ പ്രസംഗത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ബാനൻ ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു. സംഘർഷം വേഗത്തിൽ പരിഹരിക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനത്തെ റഷ്യ സംശയത്തോടെയാണ് കാണുന്നത്. അതിലിനി ട്രംപ് എന്ത് അത്ഭുതമാണ് കാണിക്കുകയെന്നതാണ് കാണേണ്ടത്. അതിനിടയിൽ യുക്രൈന് തിരിച്ചടിയായി അമേരിക്കയുടെ വിദേശ വികസന സഹായങ്ങളെല്ലാം 90 ദിവസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരിക്കുകയാണ്. വിവിധ UN ഏജൻസികൾക്കുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കാനും വിദേശ സഹായം വെട്ടിക്കുറയ്ക്കാനും ട്രംപ് തന്റെ ആദ്യ ടൈമിൽ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പ്രതിധ്വനിക്കുന്നത്. സംഘർഷം രൂക്ഷമായപ്പോഴൊക്കെ അമേരിക്ക യുക്രൈന് ഗണ്യമായ സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നു. 2022 മാത്രം യുക്രൈന് $112 ബില്യൺ സഹായം കോൺഗ്രസ് അംഗീകരിച്ചിരുന്നു. 2024 ഏപ്രിലിൽ അമേരിക്കൻ പ്രതിനിധി സഭ യുക്രൈൻ, ഇസ്രയേൽ, തായ്വാൻ എന്നിവർക്കായി $95 ബില്യൺ സഹായ പാക്കേജ് പാസാക്കി. 2025 ജനുവരിയിൽ യുക്രൈന് $500 മില്യൺ സൈനിക സഹായ പാക്കേജും അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കയെ വിശ്വസിച്ച് റഷ്യക്കെതിരെ ഇറങ്ങിത്തിരിച്ച യുക്രൈന് കിട്ടിയിരിക്കുന്നത് 8ന്റെ പണി തന്നെയാണ്. ഇനി പ്രധാന പിന്തുണക്കാരിൽ നിന്നും എന്ത് സഹായമാണ് ലഭിക്കുകയെന്നതും എന്താണ് യുക്രൈന്റെ ഭാവി എന്നതുമാണ് അറിയേണ്ടത്. അതിനി കണ്ടു തന്നെ അറിയണം.